മഹാലക്ഷ്മി സീരിയലിന്റെ അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവൾ തിരിച്ചു വരില്ല എന്ന് കരുതി കമ്പം വരെ കത്തിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെയാ സംഭവിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ഉറഞ്ഞു തുള്ളുമ്പോൾ ഇത്തവണ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കുമെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. ഇതേ സമയം മോഹിനി വന്നിട്ട് കരുണയോട് സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാതെ മോഹിനിയെ കഴുത്തിന് പിടിച്ച് കൊല്ലാനായിട്ട് കരുണ നോക്കുന്നു. തുടർന്ന് അവളെ ഈ സമയത്ത് ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്നത് നല്ലതിനല്ല എന്നും അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ കുഞ്ഞിനെ വഷളാക്കി ഇനി കരുണമോളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയെങ്കിലും വഴി തെറ്റിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി പോകുന്നു. തുടർന്ന് എന്റെ മനസ്സ് കത്തി നിൽക്കുകയാണെന്നും അവളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കിപ്പോൾ ഉണ്ട് എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ഇപ്പൊ നിന്നേക്കാൾ സ്വത്തുള്ളവളാണ് മഹാലക്ഷ്മി. നീ എന്തായാലും കരുണമോൾക്ക് വേണ്ടി കണ്ടുവെച്ചത് ഒരു കിഴങ്ങിനെയായി പോയി എന്നെല്ലാം ഉണ്ണിയെക്കുറിച്ച് മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മാർക്കോയും കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. ഞാൻ നാളെ ട്രീറ്റ്മെന്റിനായിട്ട് പോകുകയാണെന്നും പകൽ സമയത്ത് അനന്തു എനിക്ക് അവിടെ കൂട്ടിരിക്കും. മഹിക്കാണ് ഓഫീസിന്റെ ചുമതല. അതുകൊണ്ട് മഹിയെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് മാർക്കായോ അല്ലാതെ മറ്റാരും ഇല്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ സാറ് ധൈര്യമായിട്ട് പോയിക്കോളൂ, മഹാലക്ഷ്മി അറിയാതെ തന്നെ ഞാൻ പിന്തുടരും എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് മടിച്ചാണെങ്കിലും മാർക്കോ കണ്ണനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് ഈ തളർച്ച എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ആ 12-ാം വയസ്സിൽ സംഭവിച്ച ആക്സിഡന്റിനെ പറ്റിയും അച്ഛന്റെ ജീവൻ നഷ്ടപ്പെട്ടതും മാത്രമല്ല ആ ലോറി ഡ്രൈവർ ഒരു കണ്ണിൽ ചോര ഇല്ലാത്തവനായി പോയി, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നെല്ലാം കണ്ണൻ പറഞ്ഞ് വല്ലാതെ തന്നെ ഇമോഷണൽ ആകുമ്പോൾ അയാൾക്ക് അതിനുള്ള ശിക്ഷ എന്തായാലും ദൈവം മുതലും പലിശയും ചേർത്ത് കൊടുത്തോളുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ഇത് കേൾക്കുന്ന മഹിക്കാണെങ്കിൽ ആ ലോറി ഡ്രൈവർ കരുണയുടെ അച്ഛനാണെന്ന് അറിയാമെങ്കിലും ഒന്നും തുറന്നു പറയാൻ കഴിയാതെ വീർപ്പുമുട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് മാർക്കോ പറഞ്ഞിട്ട് സാഗർ മഞ്ജുവിന്റെ മൊബൈലിലേക്ക് ഉറങ്ങിയോ എന്നൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന മഞ്ജു ആണെങ്കിൽ ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും എങ്കിലും പിണക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഉറങ്ങിയില്ല എന്ന് തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. ശേഷം വീണ്ടും സാഗർ ഒരു വോയിസ് മെസ്സേജ് ആണ് കേട്ടോ മഞ്ജുവിന് അയക്കുന്നത്. മഞ്ജുവിന് മാത്രം അറിയാവുന്ന സാഗറിന്റെ ഒരു നമ്പറാണ് കേട്ടോ സരോജിനി എന്ന പേരിൽ മഞ്ജു സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഞ്ജുവിനെ പോലെ പഠിപ്പും ബുദ്ധിയും സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ആ മേഘന്റെ ചതിയിൽ വീണല്ലോ. കല്യാണത്തിന് മുൻപ് തന്നെ നമ്മൾ തമ്മിൽ കാണേണ്ടതായിരുന്നു. എങ്കിൽ പിന്നെ മേഘനെ കുറിച്ചെല്ലാം എനിക്ക് മഞ്ജുവിനെ അറിയിക്കാൻ പറ്റുമായിരുന്നു. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കണമെന്ന് ഞാൻ ഓടി വരും. എന്നെ ഒരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി. എനിക്കും എല്ലാം തുറന്നു പറയാനായിട്ട് ഒരു പെൺ സുഹൃത്തിന്റെ ആവശ്യമുണ്ടെന്നെല്ലാം ഉള്ള സാഗറിന്റെ ആ വാക്കുകളിൽ ചെറിയ ഇളക്കം മഞ്ജുവിന്റെ മനസ്സിനും സംഭവിക്കുന്നുണ്ട്. പിന്നീട് മേഘൻ വന്നിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നടന്ന കാര്യങ്ങളെല്ലാം മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ കണ്ണേട്ടൻ നന്മയുള്ള ആളാണെന്നും തെറ്റായ ഒരു പ്രവൃത്തിയും കണ്ണേട്ടന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നെല്ലാം കണ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മഞ്ജു സംസാരിക്കുമ്പോൾ നീ ഇപ്പോൾ അവനെ വല്ലാതെ അങ്ങ് പുണ്യാളനാക്കുകയാണല്ലോ. കണ്ണനെയും മഹാലക്ഷ്മിയും ഇഷ്ടമില്ലാത്തവർ മാത്രം ഈ വീട്ടിൽ മതി, ഇല്ലെങ്കിൽ ഈ വീട്ടിലെ നിന്റെ ജീവിതത്തിന് പോലും വലിയ ഉറപ്പൊന്നും ഇല്ല എന്ന് മേഘൻ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് സ്വാതിയുടെ കല്യാണം നന്നായിട്ട് നടന്നില്ലെങ്കിൽ അമ്മ നിന്നെ കുത്തുവാക്കുകൾ കൊണ്ട് മൂടും എന്നെല്ലാം മേഘൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഞാൻ ചെന്നാലും കണ്ണേട്ടൻ എൻ്റെ 2 കൈയും നീട്ടി സ്വീകരിക്കും. എനിക്ക് അടുക്കളപ്പണിയൊന്നും അറിയില്ല, അത് ചെയ്യാനും എന്നെ കിട്ടില്ല. മുറച്ചെറുക്കൻ ആണെന്ന പരിഗണന ഉള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാവരും കണ്ണേട്ടൻ എതിര് നിന്നിട്ടും ഞാൻ മേഘേട്ടനെ തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിന്നത് എന്നെല്ലാം വീണ്ടും കണ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മഞ്ജു സംസാരിക്കുമ്പോൾ അവനെ പറ്റി നീ കൂടുതലൊന്നും പറയണ്ട, അവന്റെ നെഞ്ചിൽ ഞാൻ കത്തി കയറ്റും. അവന്റെ അല്ല, അവളുടെ കൂടെ നടക്കുന്നില്ലേ, അവളുടെ സ്വന്തം വീട്ടിൽ വേലക്കാരിയെ പോലെ നടന്നവളാണ് ഇപ്പോൾ കമലേശ്വരത്തെ മഹാറാണിയാണ്. അങ്ങനെ അവളെ അവിടെ വിലസാനായിട്ട് എല്ലാം വെട്ടി വിഴുങ്ങാനായിട്ട് ഞാൻ അവളെ അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതികാരത്തോടെ മേഘൻ സംസാരിച്ച് അവിടെ നിന്ന് പോവാണ്. ശേഷം ഇനി എന്ത് വന്നാലും ഇവരുടെ ഒന്നും ദുഷ്ടത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല, എൻ്റെ ഏട്ടനെ കുരുതി കൊടുക്കുന്ന ഒന്നിനും ഞാൻ നിൽക്കില്ല എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് കാണിക്കുന്നത് ഉണ്ണിയും കരുണയും കൂടിയിട്ട് മേഘനെ കാണാനായിട്ട് എത്തുകയാണ്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ആ തോമസ് ഡോക്ടറുടെ അവിടുത്തെ ചികിത്സ കൊണ്ട് കഴിഞ്ഞ തവണ അയാളുടെ വലത് കാലിന് ചലനശക്തി കിട്ടി, അത് കാണിച്ച് എന്തൊരു പ്രകടനമായിരുന്നു അയാൾക്ക്. ഇനി ഇത്തവണ അയാളുടെ ഇടത് കാലിന് കൂടി ചലനശേഷി കിട്ടിക്കഴിഞ്ഞാൽ മെല്ലെ അയാൾ എണീറ്റ് നടക്കാൻ തുടങ്ങും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം മേഘേട്ട എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഉണ്ണി. അവന്റെ കാലിന് ചലനശേഷി ഉണ്ടായിക്കോട്ടെ, പക്ഷെ അവന്റെ മനസ്സിന് ചലനശേഷി ഉണ്ടാവില്ല. അവന്റെ മനസ്സിന്റെ തുടിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ മഹാലക്ഷ്മിയാണ്. അവളെ ഞാൻ മുകളിലേക്ക് പറഞ്ഞു വിടൂ എന്നെല്ലാം മേഘം പറയുമ്പോൾ മേഘേട്ടന് എന്ത് സഹായത്തിനും അച്ഛൻ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇനിയും മുൻപത്തെ പോലെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമോ, അതാണ് എന്റെ പേടി എന്ന് കരുണ പറയുമ്പോൾ മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവളുടെ മരണം ആഘോഷിക്കാൻ തയ്യാറായിരുന്നു എന്നെല്ലാം കരുണയോട്
വരുന്നതായിട്ട് മേഘൻ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും തോമസ് ഡോക്ടറുടെ വീട്ടിലെത്താണ്. അപ്പൊ കണ്ണനെ കാണുന്നതും പഴയതിനേക്കാൾ പ്രസരിപ്പ് കണ്ണന്റെ മുഖത്ത് ഇപ്പോൾ ഉണ്ടെന്നും തുടർന്ന് ഞാൻ തരുന്ന മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ എന്നെല്ലാം വൈദ്യൻ ചോദിക്കുമ്പോൾ ഞാനത് മറന്നാലും മഹി അതൊക്കെ കൃത്യസമയത്ത് എനിക്ക് എത്തിച്ചു തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇങ്ങനെ ഒരു ഭാര്യ കൂടെയുള്ളതാണ് കണ്ണന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും ചികിത്സ ഇത്ര വേഗം പുരോഗതിച്ചത് എന്നും വൈദ്യൻ പറയുന്നുണ്ട്. എന്തായാലും കണ്ണന് ഉടനെ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട് എന്നും വൈദ്യൻ പറയുന്നത് കേട്ട് കണ്ണനും മഹാലക്ഷ്മിക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ്. ശേഷം അവര് മാർക്കോയെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണന്റെ ട്രീറ്റ്മെന്റിന്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. അങ്ങനെ കണ്ണന്റെ കാലില് മരുന്നെല്ലാം പുരട്ടിയതിനു ശേഷം മരുന്നിന്റെ മന്ത്രശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് വിജയനെ കൊണ്ട് കണ്ണന്റെ ഉള്ളം കാലിൽ മരുന്ന് തേച്ചു പിടിപ്പിച്ച് മസാജ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശേഷം പാദത്തിന് എന്തെങ്കിലും ചൂട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് വൈദ്യൻ പറയുന്നത് കേട്ട് ഉണ്ട് എന്ന് കണ്ണൻ മറുപടി പറയുന്നതും വൈദ്യർക്ക് ശരിക്കും അത്ഭുതം ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും കണ്ണന്റെ വലതുകാലിന്റെ ശക്തി ഇത്തവണത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടാൻ തന്നെയാണ് കേട്ടോ സാധ്യത. അതിനുശേഷം വിഷമിച്ചിരിക്കുന്ന മഞ്ജുവിനെയാണ് കാണുന്നത്. ഏട്ടത്തിയെ എങ്ങനെയെങ്കിലും മേഘന്റെ കൊടും ചതിയിൽ നിന്നും രക്ഷിക്കണം. കണ്ണിൽ ചോരയില്ലാത്ത ഒരാളാണ് എന്റെ ഭർത്താവ്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചിലപ്പോൾ സാഗറിനെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ സാഗറിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ സാഗറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. എന്നിട്ട് മേഘന്റെ പദ്ധതിയെക്കുറിച്ച്, മഹാലക്ഷ്മിയെ ചതിച്ചു കൊല്ലാനുള്ള പദ്ധതിയെക്കുറിച്ച് സാഗറിനെ അറിയിക്കുന്നുണ്ട്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, സാഗർ വേഗം തന്നെ മാർക്കോയുടെ ഇക്കാര്യം പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ ഇടപെട്ട് മഹാലക്ഷ്മിയെ കൊല്ലാനുള്ള മേഘന്റെ പദ്ധതി പ്ലാൻ പൊളിച്ചിടക്കിയിട്ട് അയാൾക്ക് കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പൊ കാത്തിരിക്കാം നിങ്ങൾക്ക് മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ്. താങ്ക്